ഇച്ചിരി ഭാരമാണ് കേട്ടോ, മുഖത്തോട്ട് കിടക്കുന്നു അല്ലേ ചുനി? ഒരാളിവിടെ വലത്തുകാലി വെച്ച് കേറാൻ വേണ്ടി പോവാണ് കേട്ടോ. അമ്മുവിന്റെ വിച്ചുവിന്റെ വണ്ടിയിലേക്ക് വലതുകാല് വെച്ച് കടന്നു വരുന്നു. അത് ഉഷിയമ്മേനെയും അമ്മേനെയും വിച്ചുവിനെയും എല്ലാവരെയും കൂടെ ആയിട്ട് കട്ടപ്പനെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സിറ്റുകോ ഇത് പട്ടിയല്ലേ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട്. ഹായ്, വെൽക്കം ബാക്ക്. വി ആർ ലവ് ടു പൊൻസിനോട് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് ഇടുക്കി വന്നപ്പോഴത്തേക്ക് തന്നെ ഉഷയമ്മയും കറക്റ്റായിട്ട് വന്നു. രാവിലെ തൊട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട് എവിടെയും പോകുന്നില്ലേ മക്കളെ, എവിടെയും പോകുന്നില്ലേ മക്കളെന്ന്. എന്നാ പിന്നെ കൊണ്ടുപോയേക്കാന്ന് ഞങ്ങളും അങ്ങ് വിചാരിച്ചു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ വഴി ശരിയാവുന്ന, അടുത്ത പ്രാവശ്യം വരുമ്പോ ശരിയാവുന്ന ഇവിടെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ശരിയാവോന്ന് നമുക്ക് പോയി നോക്കാം. ശരിയായില്ല ആളെ പിടിച്ചിട്ട് ശരിയായില്ലെങ്കിൽ നീ എന്നെ പിടിച്ചിടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്യമില്ലാത്തൊരു യാത്രയാണ്, എവിടെയെങ്കിലൊക്കെ പോയി നിൽക്കും. എന്തായാലും ഞങ്ങള് കുറേ സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പൊ ഏറ്റവും അവസാനം പറയുന്നത് ഞങ്ങള് കട്ടപ്പന റൂട്ടിൽ പോവാന്നാണ് തീരുമാനിച്ചേക്കുന്നത്. എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയി എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വരാം. അതുകൊണ്ട് കാരണം നമ്മൾ പളനിക്ക് പോകുന്നില്ലെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈ ഒരു പ്രാവശ്യം പോകുന്നില്ല എന്നാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു തീരുമാനം. നമ്മൾ പോകാൻ വേണ്ടിയാണ് വന്നത്, പക്ഷെ കുറച്ച് കാര്യങ്ങളായ കാരണം നമ്മൾ നെക്സ്റ്റ് ടൈം ഓണത്തിന് ഇതിന് വരുമ്പോൾ നമുക്ക് പോവാം. പിന്നെന്താ വേറെ വിശേഷങ്ങളൊക്കെ നമുക്ക് പോകാൻ കാണാം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. എനിക്ക് ഇച്ചിരി ഭാരമാണ്. എങ്ങനെ കൊച്ചെങ്ങനെ തട്ടുന്നു? ഇത്തിരി ഭാരമാണ് കേട്ടോ, ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ തരാം. ഇച്ചിരി ഭാരമാണ് കേട്ടോ, മുഖത്തോട്ട് കിടക്കുന്നു അല്ലേ ചുനി? അമ്മച്ചമ്മേടെ വന്ന ഈ വക കാട്ടായങ്ങളൊക്കെ ഉണ്ടാവും. ചൂപ്പർ 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 ടിങ്കി ടിക്കിടി ടിങ്കി ടിക്കിടി ടിങ്കി ടിക്കിടി ടിങ്കി ടിക്കിടി ടിങ്കി ടിക്കിടി ടിങ്കി ടിക്കിടി 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 ടിങ് ടങ് ടകിങ് ടിങ്കി ടിക്കിടി ടിങ്. അതേതാ ഡോറബുജി? അച്ചു ഡാൻസ് ഇടയ്ക്കിട്ട് കാണിക്കുന്നോണ്ട് അച്ചുവിനെ കാണിക്കുന്ന കമന്റ് കണ്ടേ കേട്ടോ. ഞാൻ കാണിക്കുന്നു ഇനി മേലാക്കി ആവർത്തിക്കരുത് പറഞ്ഞു. അമ്മൂനെ അറിയാണ്ട എന്നാ അറിയാണ്ട എന്റെ കോസ്റ്റ്യൂം ഒക്കെ ഞാനോട് റെഡി ആയിട്ടുണ്ട്. എന്റെ കോസ്റ്റ്യൂം ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ അമ്മ എന്നോട് പുതിയതായിട്ട് അയച്ചിട്ട് എന്റെ പൊന്നുമോളെ പിന്നെ വൃത്തിക്കിടാൻ പറഞ്ഞു. അമ്മക്ക് ഇതാണ് ഇഷ്ടം. കണ്ട എന്റെ വയറൊക്കെ പോയൊന്ന് സെറ്റായി വന്നതായിരുന്നു ഞാൻ. അപ്പളേക്കും എന്നെ ജിമ്മിൽ നിന്ന് തുരത്തി അമ്മ. വിച്ചു ഞാൻ ഈ പ്രാവശ്യം ഇടുക്കി വീട്ടിൽ വരാണ്ട് വിഷം. എന്നിട്ട് ഇപ്പൊ വിച്ചു പറയാ ഞാനാണ്. അയ്യോ കൊച്ചു പോവാൻ റെഡി നിക്കാ. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കട്ടെ, സാമഗ്രികളൊക്കെ എടുക്കാണ്ട്. എന്ത് സാമഗ്രികളാണ് എടുക്കാനുള്ളത്? കൊള്ളോ യൂട്യൂബിൽ നിന്ന് എന്റെ വേണേ എനിക്ക് ചത്താലും വേണ്ടില്ല. ഇത് നമ്മുടെ ചേച്ചിക്കുട്ടി മേടിച്ചെന്ന ഡ്രസ്സാ, ഗിഫ്റ്റാണ്. ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട്. ആളെ കൊള്ളില്ലെന്നല്ലേ അതിന്റെ അർത്ഥം? തോന്നിയതാണോ ഇനി? പോയ സാമഗ്രികളൊക്കെ എടുത്തിട്ട് വാ ഒന്ന് വേഗം. ചേച്ചിയുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല. ചേച്ചി അമ്മേനെ വിളിക്കാൻ പോയതാ, അമ്മ ബാ എന്ന് പറയാനായിട്ട്. നീ വിളിച്ചില്ലല്ലോ? ഞാൻ വിളിച്ചു അമ്മേനെ. ആണോ? അമ്മേനെ വിളിച്ചോ? അമ്മ എന്ത് പറഞ്ഞു? കൊക്കിയില്ലെങ്കിൽ ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഛർദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഡ്രസ് വരെ മറന്നുപോയി. നന്നന അങ്ങനെ അപമാനിക്കൊന്നും വേണ്ട അമ്മൂനി. എന്തിട്ടത് ഇതൊക്കെണ്ട. ഇതെന്തിട്ട് കുറിയൊന്നല്ല, അത് ചമ്മരി പൊട്ടി പോണതാണ്. ബാ ഇല്ല ഇല്ല. ഓക്കെ, ഒരാളിവിടെ വലത്തുകാലി വെച്ച് കേറാൻ വേണ്ടി പോവാണ് കേട്ടോ. അമ്മുവിന്റെ വിച്ചുവിന്റെ വണ്ടിയിലേക്ക് വലതുകാല് വെച്ച് കടന്നു വരുന്നു. ഞാൻ സിന്ധമ്മയുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സിന്ധമ്മ ഉഷാമ്മനെ കൂടെ ഒന്ന് എന്നിട്ട് പറയിപ്പിച്ചേക്കാൻ ഒരു വണ്ടി. എനിക്കും കൂടെ ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞു. ഞാൻ പറയത്തില്ല, കാരണം എന്റെ ഭാഗ്യം മൊത്തം അങ്ങ് പോയി. അതുകൊണ്ട് ഞാൻ പറയില്ല. അത് ഒരു 5 കോടി ലോട്ടറി അടിക്കണേന്ന്.
അടിക്ക് പുറകിട്ട് ഇടിച്ച് ആരും കാണില്ല. കറുത്ത വണ്ടിയാണ് ആരും ശ്രദ്ധിക്കില്ല. വരുന്ന ക്രിസ്മസ് ബമ്പർ അടിക്കണേന്നൊന്ന് പറഞ്ഞാൽ മതി. അതെ 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 അതെ. നമ്മൾ പറഞ്ഞു പറയിപ്പിച്ചിട്ട് കാര്യമില്ല, തന്നെ പറയാം. കഷ്ടകാലം എല്ലാം പോയി ശുക്രനാന്നാ പറഞ്ഞു. അപ്പൊ പിന്നെ പൊളിക്കാം നമുക്ക് എല്ലാവർക്കും കൂടെ. ചൂന ഇങ്ങനത്തെ ഉടുപ്പിടാത്തോണ്ടേ ആള് ഈ മറ്റേ കേറ്റ് വയ്ക്കുക ബനിയനൊക്കെ കേറി ചോറിനാൻ പോയേ സോറി എഴുതാൻ പൊക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പോവാ അല്ലേ? മുറ്റത്ത് നമ്മുടെ വണ്ടി ഒന്ന് കേറണമെന്ന് നേർച്ചയുണ്ടായിരുന്നു കേട്ടോ. നമ്മള് കേറ്റിയിട്ടുണ്ട്. അയ്യോ ഇല്ല, ഫ്രണ്ട് തട്ടും. ഫ്രണ്ട് തട്ടും. അമ്മുച്ചേച്ചിയുടെ കാർ ഷെഡിൽ നമ്മുടെ വണ്ടി. അമ്മുച്ചേച്ചി കണ്ടില്ലേ? ഉറക്കം എന്നോന്നുണ്ട് കേട്ടോ. നാളെ വീട് കാണുമ്പോ അമ്മുച്ചേച്ചി ഞെട്ടും. അയ്യോ ഇത് ഞങ്ങളുടെ വീടല്ലേ? രാവിലെ അമ്മുച്ചേച്ചി അമ്മേനെ കണ്ടു കേട്ടോ. ഓടി വന്ന് ടാറ്റ കാണിച്ചോണ്ട്. പക്ഷെ ഛർദിയുടെ അസ്കിതേക്കൊള്ളൊന്ന് നിർത്തി വർത്തമാനം പറയാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പോവാണ് ഹൗസ് ടാറ്റ. അപ്പൊ ഉഷമ്മ ഓരോരോ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മൂനോടൊപ്പം ബിച്ചുനോടൊപ്പം ഒരു പുതിയ വണ്ടിയിലെ ഒരു യാത്ര അങ്ങനെ സ്വപ്നം കണ്ടിരിക്കുവായിരുന്നു. എന്തായാലും ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. സിന്ധു അമ്മയുടെ വണ്ടിയാലൊരു പോക്കുണ്ട്. എല്ലാം നടക്കുമല്ലോ ഉഷമ്മ? അതെ, എല്ലാം നടക്കും. പ്രാർത്ഥിക്കുക, അത്ര തന്നെ. ഉഷമ്മയുടെ ഡയലോഗ് അതാട്ടോ. നമ്മുടെ അടുത്ത് വിളിച്ചിട്ട് അത് തന്നെ, മോളെ പ്രാർത്ഥിക്കുക, ദൈവത്തെ വിളിക്കുക, അമ്പലത്തിൽ പോവാ. അതാ ഞാൻ പറയുന്നത്. എല്ലാവരും വേറെ പ്രത്യേകിച്ച് ദൈവം നമ്മുടെ കൂടെ ഉണ്ടായി പിന്നെ മറ്റാരും വേണ്ട. എല്ലാം അതിനോടൊപ്പം അപ്പൊ നമ്മുടെ ആറ്റിലൊന്നും വലിയൊരു ഒഴുക്കും ഇല്ല. അത് പുല്ല് കണ്ടാലും അറിയാൻ പറ്റും. നല്ലതായിട്ട് വാടി ഇങ്ങനെ നിക്കുന്നുണ്ട് കേട്ടോ. പോവാ. ഉഷയമ്മേനെയും അമ്മേനെയും വിച്ചുവിനെയും എല്ലാവരെയും കൂടെ ആയിട്ട് കട്ടപ്പനെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. വേണ്ടതൊക്കെ മേടിച്ചോന്ന് ഞാൻ പറയത്തില്ല, നോക്കി കണ്ട് മാത്രം മേടിക്കാം. നമുക്ക് ഇവിടെ കുറെ ഓഫർ ഉണ്ട് കേട്ടോ. ആടി ഓഫർ, അതായത് ഓണക്കാലൊക്കെ വരില്ല. ഇപ്പൊ നമ്മൾ അടിയുടെ ഓഫർ അല്ലടോ. എന്താ പറയാ അതിന്? ആടി മാസം ഓഫർ, കർക്കിടക മാസം ഓഫർ. പക്ഷെ അമ്മ എന്തേ നമ്മളോട് ഉണ്ടാകുന്നതിനെ മുന്നിൽ കയറ്റിയിട്ട് അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ കർക്കിടക കഞ്ഞി മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട്. ഇവിടെ നോക്കാട്ടോ, നമുക്ക് എവിടെയൊക്കെയാണ് ഓഫർ കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് നോക്കാം. അതനുസരിച്ച് നമുക്ക് ഓരോരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ജാനിക്കുട്ടി ഇവിടെ ഉറക്കമൊക്കെ ചെറുതായിട്ട് എണീറ്റിട്ടുണ്ട് കേട്ടോ. ചെരുപ്പുകൾക്കും എല്ലാത്തിനും ഇപ്പോൾ ഓഫർ ഉണ്ട് കേട്ടോ. ഉഷമേ എല്ലാം ഓഫറാ. ഓണം അല്ലേ, ഓണം. അതെ അതെ, പഴയതെല്ലാം വിറ്റ് ചേർത്തിട്ട് പുതിയ കളക്ഷൻസ് ഇറക്കാണ്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കൊച്ചെണീറ്റോ? നോക്കിയേ, ഇവിടെയൊക്കെ ഉണ്ടാവോ? നല്ല ഡ്രസ് കേട്ടോ. എങ്ങനത്തെ വേണമെങ്കിലും എടുക്കാം. നമ്മളപ്പോൾ ഇവിടെ ഒരു കടയിൽ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. പിള്ളേരുടെ സെക്ഷൻ ഇത് മറ്റേ ഇതൊക്കെയാന്ന് തോന്നുന്നുണ്ട്. ഒന്നും വേണ്ട കേട്ടോ, കാര്യം ഇതൊക്കെ ചൂടുള്ള നമ്മുടെ സ്ഥലത്ത് പറ്റില്ല. ഇവരിവിടെ തകർത്ത് നോട്ടോ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളൊരു കടയിൽ കയറി. അപ്പം അവിടെ എല്ലാവരും വലിച്ചിട്ട് നമ്മൾ നോക്കുകയാണ് ഗൈസ്. പോയിട്ടോ കിട്ടും. അതെ, ഇവിടെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചു ഓണത്തിനേക്കുള്ള ഡ്രസ്സ് എടുത്തേക്കാണ്. പൊളിക്കാണ് നമ്മളിവിടെ. ജാനിക്കുട്ടിക്ക് കുറച്ച് നെയ്റ്റ് ഇടാനുള്ള ഡ്രസ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ കൂടെ ആളിപ്പോ കുറച്ച് നാളായിട്ട് ഡ്രസ്സ് ഇടാൻ നടക്കുന്നുണ്ട്. ചൂട് കാരണമായിരിക്കും എടുത്തോണ്ടിരിക്കുക. ഇങ്ങനത്തെ ഇഷ്ടംപോലെ സെപ്പറേറ്റ് ഉണ്ട്. ഒന്നിച്ചാണെങ്കിൽ ഇത് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഏകദേശം പറ്റില്ലേ? ഒന്നിട്ട് വലിയോ? ഇത് ഒരെണ്ണം ഫിക്സ് ആണേ. അത് ഞാൻ എടുത്ത് വെച്ചേക്കുന്നല്ലേ? ഇതെടുത്ത് വെച്ചേക്കുന്നതാണ്. രസമില്ലേ? വീഡിയോ വയ്ക്കാത്തേ നല്ലതായിട്ട്. ഇത് കുഴപ്പമില്ല അല്ലേ? അതൊക്കെ കറക്റ്റ് ആയിരിക്കും അല്ലേ? ഇതിനൊക്കെ എത്ര ഏച്ചി റേറ്റ് വരുന്നേ? ഇതിന് 75 രൂപ അല്ലേ? ഇത് 3 ഓക്കെ മതി അല്ലേ? ഇത് നല്ല രസമുണ്ട്. ഇത് നല്ലതാണ്.
ഏത് റോസ്? ഇത് അല്ലേ? ഇത് പക്ഷെ അത് നല്ല എനിക്ക് എന്ത് ഭയങ്കര കളർ നല്ലതാ. 2 ദിവസം കഴിയുമ്പോൾ സെറ്റ് ആവുന്നത്. ആളവിടെ ഇരുന്നു ബാ നിങ്ങള് വരുന്നുണ്ടോ? അയ്യോ ഇവിടെ നിൽക്കണോ? എന്നാ ഇന്ന് ഇവിടെ കൂടി നിന്നോ? അയ്യോ ആന്റിമാരോട് ഇവിടെ നിൽക്കുന്നുണ്ടോ? ഇയാള് പറ ചാടി കുഞ്ഞു കുഞ്ഞു പോവാ പോവാ ഉരുണ്ട് അതെ അതെ ആയിക്കോട്ടെ. ഇവിടുത്തെ കഴിഞ്ഞില്ലേ മക്കളെ? ഇവിടുത്തെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞു നട്ടടിക്കാറില്ല എപ്പോഴാ എന്നാ തോന്നുന്നത്. ഒരു കാര്യം ചെയ്തേക്ക്, ഇവിടെ ഇവരൊക്കെ പറഞ്ഞു വിട്ടിട്ട് കട വേണ്ടി പഠിച്ചോ. വേണ്ട അവർക്ക് വിഷമായാലോ. അതെ ചേച്ചി കുഞ്ഞു നിക്കറ് കുഞ്ഞു നിക്കറ് വണ്ണം കുറഞ്ഞു മെലിഞ്ഞു. അല്ലേ നല്ല ഭംഗിയില്ലേ? സത്യം ചേച്ചി ഇങ്ങനത്തെ ഇടുള്ളൂ. ടോപ്പ് വൈറ്റ് വേണ്ട ചേച്ചി, ഡാർക്കാണ് ആളുടെ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിനക്കല്ലേ അളവറിയത്തുള്ളൂ. പച്ച. ഞാൻ ആൾക്ക് എപ്പോഴും എടുക്കുന്ന ആള്. ആണോ? ആൾക്ക് അങ്ങനെ സ്വന്തമായിട്ട് അഭിപ്രായമൊന്നും ഇല്ല ഡ്രസ്സിങ്ങില്. ബ്ലാക്ക് വേണോ? നീലയൊന്നും വേണ്ട കേട്ടോ ചേച്ചി. ബ്ലാക്ക് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഇവിടുത്തെ പർച്ചേസിംഗ് ഒന്നും തീരുന്നില്ല അല്ലേ? ഓരോ സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങി. മുകളിലത്തെ സ്റ്റെപ്പില് അവിടെ ഒരു അരമണിക്കൂർ, ഇനിയിപ്പോ നടുക്കത്തെ മിഡിലും അരമണിക്കൂർ, നോക്കട്ടെ. നീലയും വേണ്ട ചേച്ചി, നീല ഇനി ചിലപ്പോ ഇനിയും താഴ്ത്തേക്കും ഉണ്ടാവും ട്ടോ വേറെ അരമണിക്കൂർ. അങ്ങനെ ഫൈനലി അവസാനത്തെ ഗ്രൗണ്ട് ഫ്ലോറിലും വന്നൊരു അരമണിക്കൂർ നിൽക്കാൻ വിചാരിച്ചിട്ടോ. എല്ലായിടത്തും നിന്ന് എടുക്കുന്നുണ്ട്, അതാണ് മെയിൻ. അല്ല എല്ലായിടത്തും നിന്ന് എടുക്കുന്നുണ്ട്. ആ ചേച്ചി ഇതിനൊക്കെ എത്ര റേറ്റ് വരുന്നത്? 179. അത് മറ്റേ നമ്മൾ ഇവിടെ ഷാനി നോ ഷാനി ഇതൊക്കെ കൊമ്പൊക്കെ കിട്ടി വെച്ചാൽ നമുക്ക് കാട്ടി കളഞ്ഞിട്ടാ. 2 കവള് പറഞ്ഞിട്ട് പോകും. 2 തവണ അങ്ങനെ അത്യാവശ്യം ഓണത്തിനേക്കുള്ള ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഒരു ചെറിയ ഷോപ്പിംഗ് കൂടെ ഉള്ളൂ. അതുകൂടെ ഇങ്ങനെ ചെറുതാക്കിയൊക്കെ എടുക്കണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ബായോ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം വിലക്കുറവുണ്ടല്ലേ? എല്ലാവരും തന്നെയായിട്ടില്ല. സാധനം എടുത്തിട്ടും വലിയൊരു ഇതിലോട്ട് പോയില്ല കേട്ടോ. കുഴപ്പമില്ല. അപ്പൊ നമ്മള് അമ്മയ്ക്ക് എന്താണ്ടൊക്കെ മേടിക്കണമെന്നല്ലേ? അതായക്കടേ അല്ല പറയണേ. ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ എന്തൊക്കെ എടുത്തു, ആർക്കൊക്കെയാണ് ഓണക്കോടി എടുത്തേക്കുന്നതെന്നുള്ളതൊക്കെ വീട്ടിൽ ചെന്നിട്ട് കാണാം. എടുക്കടി മുട്ട എടുക്ക്. ഞങ്ങള് വന്നപ്പോ മുട്ട രാവിലെ ഉണ്ടായിരുന്നു. അത് അമ്മയുടെ ചാനലിൽ കാണാം. ഇവളാണ് ഇട്ടത്. ഇതിപ്പോ അവൻ ഇട്ടിട്ടുണ്ട്. അല്ല അവൾ ചെയ്യില്ല, നീ എടുത്തോ. എനിക്ക് പേടിയാ. പിന്നെ നിനക്ക ഇല്ലടാ അമ്മ നിനക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. രാവിലെ ഇവിടെ കിടന്നിട്ട് ഞാൻ എടുത്തില്ല. പിന്നല്ലേ എനിക്ക് അറപ്പൊന്നും അല്ല കേട്ടോ. എനിക്ക് പേടിയാ കൈ കൊത്തു. ഏറ്റവും ചെയ്യില്ല. ഒരു ഇച്ചിരി പച്ചില പറിച്ചെടുത്ത് അടിക്കും. ആണോ? തുടുപ്പ് തടുത്തുടുത്തിട്ട് അമ്മ പൊന്നാത്ത പുതു അമ്മനെ വിളിക്ക്. എന്താ അവിടെ ഇരുന്നൂട്ട് ആ പൊട്ടിക്കോ നിങ്ങൾ ഉരുട്ടുമായിട്ട്. എന്നിട്ട് കാണിച്ചു നിങ്ങക്ക് ഈ എന്താ പറയാ ആരെയും പേടിയില്ലാത്ത ആൾക്കാര്. എന്നിട്ട് അത് അതിനെ ഇറക്കി വിടാല്ലേ? അമ്മനെ വന്നിട്ടുള്ളൂ. നമുക്ക് ഇതിനെ ഇറക്കി വിട്ടാ എനിക്ക് എത്ര വരും? ഇറക്കി വിടുന്ന രൂപ കിട്ടത്തില്ല. അമ്മയുടെ ശരിക്കും ഇറക്കി വിടല്ല, ഞാൻ അതിന് നിർത്താൻ എനിക്ക് എത്ര വരും? 150 രൂപ. 150 രൂപ വളരെ കുറഞ്ഞു. 150 പിന്നെ ഒരു മുട്ടക്ക് 5 രൂപ ഉള്ളൂ. നിനക്ക് 10-15 മുട്ട തിന്നാണ്ടുള്ളതുകൊണ്ട് എടുക്ക്. നീ കടയിൽ നിന്ന് പോയിട്ടാ പറയാ പിടിക്കും, ഞാൻ എടുക്കാം. ഞാൻ പറയുന്ന എനിക്ക് 2 കോഴികളെ മേടിച്ചാ വെച്ചോ. മേടിച്ച് തരത്തില്ല. പിന്നെ മനസ്സിലാകാൻ മാത്രം ഉണ്ട്. ദേടെ വടിയാണോ വേണ്ടേ? അമ്മ കൊല്ലും. അമ്മയുടെ കോഴികളെ പേടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചു. 2 വെട്ടിക്കൂട്ടി എടുപ്പത്ത് വെക്കും. എടാ പേടിപ്പിക്കലടാ. പിന്നെ ഇത് പട്ടി വല്ലല്ലേ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട്. രാവിലെ ഞാൻ നോക്കി നിന്നപ്പോഴാ ചുമലക്കോഴി മുട്ടയിട്ടെ. ഇങ്ങോട്ട് തുറക്ക്, ഇങ്ങോട്ട് വലിക്ക്. എന്തിട്ട് കാണിക്കുന്ന മോനെ? സാധനം തുറക്കാൻ പറ്റില്ല. ഞാൻ തുറന്നുതരാം. എടാ അത് പൊട്ടിക്കല. അമ്മ നിന്റെ തല പൊട്ടിക്കും കേട്ടോ. അമ്മ നീ നിന്റെ മുട്ടല പൊട്ടിക്കാൻ നോക്കുന്നോ? ഹായ് 150 രൂപ പോയി. വേഗം ഗൂഗിൾ പേ സെൻഡ് ചെയ്തോ. എന്റെ നമ്പർ അറിയാലോ. അറിയില്ല മോനെ. താങ്ക് യു. ഇവളുമാരിട്ടേക്കുന്ന മുട്ട ഒരു 10-30 അമ്മ ഇപ്പൊ എടുത്തു വെച്ചിട്ടുണ്ട്. ആണോ? ഒന്നിച്ച് പാക്ക് ചെയ്തോ. പിന്നെ കോഴീനെ വല്ല ഓടക്കൂടെ
അമ്മ കേക്കണ്ട നിന്നെ പഞ്ഞിക്കിട് വെച്ചു അമ്മയുടെ കോഴീനെ വാടാ ഇങ്ങോട്ട് നടമ്മേ. ചൂടുവെള്ളത്തിൽ മുക്കേണ്ട സമയം കഴിഞ്ഞു. അയ്യോ രണ്ടാമത്തെ മുട്ടയും കിട്ടി. എന്റെ കൊച്ചു വന്നു കഴിഞ്ഞ് രണ്ടാമത്തെ മുട്ടയും കിട്ടി. സന്തോഷായി കേട്ടോ കുറച്ച്. കൊച്ചിനെ പൊരിച്ചു കൊടുക്കും. മുട്ട പുഴുങ്ങിയും തരണോ? ഇഷ്ടമാണോ? പൊരിക്കുന്ന ഇഷ്ടമുണ്ടോ അല്ലേ? പൊരിക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട ടൈമായി. നമ്മൾ പിറ്റേ ദിവസം കാലത്ത് ഒന്നും കുറഞ്ഞ എണീറ്റിന് ശേഷം ഉണ്ടെന്ന് നമ്മൾ വൈൻഡപ്പ് ഇടുന്നത്. ഇന്നലെ വലിയൊരു സർപ്രൈസ് പപ്പായിൽ നിന്ന് കിട്ടി. ഞെട്ടി നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. കാര്യം ആ ഷോക്കിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ടായിരുന്നില്ല. അതെന്തായാലും സിന്തമ്മ വ്ളോഗ്സിൽ നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര വലിയ സാധനമാണ് കേട്ടോ. ജാനിക്കുട്ടിക്കാണ് കിട്ടിയേക്കുന്നത്. അതിൽ ചെറിയൊരു ക്ലൂ തരാം. എൻ്റെ ലൈഫിൽ വെച്ച് നോക്കുമ്പോൾ പപ്പ എന്താ പറയുക ഇങ്ങനെ അപൂർവം മാത്രമേ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു. അപ്പോൾ അതെന്തായാലും അവിടെ അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ പറയാൻ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് തന്നെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ കോടമഞ്ഞൊക്കെ കാണാമെന്ന് വിചാരിച്ച് പോന്നതാ. പക്ഷെ ആ ഭാഗത്തിൽ ഇച്ചിരി വെള്ളം കണ്ടു. അതാ വീട്ടിലെ പുകയായിരിക്കും. അപ്പം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഓണക്കോടിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയി. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. ഇനി എടുക്കാനായിട്ടുണ്ട്. ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ എടുക്കും. അതായത് ഓരോ സാഹചര്യം അനുസരിച്ച്. ഇപ്പൊ ഓണാവാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര എമൗണ്ടും കാര്യങ്ങളൊക്കെ കേറും. ഇപ്പൊ കർക്കിടക കിഴിവും ഉണ്ട്. പക്ഷെ നല്ല സൂപ്പർ തുണിയാണ് കേട്ടോ. തുണികളാണ് നല്ല അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പിള്ളേർക്കും അങ്ങനെയൊക്കെയുള്ളതൊക്കെ നമ്മൾ എടുത്തു. ഇനി എടുക്കാനും ഉഷമ്മേനെയും കൊണ്ട് പോയി നമ്മള് കുറെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആർക്കൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ ഇടാൻ കഴിച്ചു. കാര്യം ഇന്ന് എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല. ചെറുതായിട്ട് വയറും പണി തന്നു. ഛർദിയുമാണ്. എന്താണെന്ന് എനിക്കറിയില്ല. വാരി വലിച്ചു കഴിച്ചിട്ടാ ആണെന്ന് തോന്നുന്നുണ്ട്. അത് ഈ വീട്ടിൽ വരുമ്പോ അങ്ങനെയാണ്. വാരി വലിച്ച് വായും വയറും എന്ന് പറയാണ്ട് തിന്നും. അവസാനം അയ്യാ പൊത്തുന്നു. കോടമഞ്ഞിൽ അതെ അത് കൊടയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ നമ്മള് ഈ ഒരു എന്താ പറയാ ഓണക്കോടി എടുത്തൊന്നും അച്ഛനോടും അമ്മയോടും ആരോടും പറഞ്ഞിട്ടില്ല. വിച്ചു പറഞ്ഞിട്ടുണ്ടോ? ആണോ? സന്തോഷം. ഞാനതെ വീഡിയോ കാണുമ്പോ സർപ്രൈസ് ആവും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തുണ്ടെങ്കിലും അന്നേരം തന്നെ വിളിച്ച് അറിയിച്ചേക്കണം കേട്ടോ. സർപ്രൈസ് കൊടുക്കാനുള്ള അവസരം കൊടുക്കരുത്. ഞാൻ വീട്ടിൽ നിന്ന് അല്ല ഇവിടുന്ന് ഇറങ്ങിയപ്പോ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തിട്ട് എടുക്കണേന്ന്. അപ്പൊ നിങ്ങൾ എവിടെയാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു വെറുതെ കട്ടപ്പനക്കൊക്കെ വന്ന സ്ഥിതിക്ക് ഓണക്കോടി എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു. ദൈവമേ കരിങ്കല്ലൊന്നും കാണുന്നില്ലല്ലോ. കരിങ്കല്ലില്ലൂടെ ഇവിടെ കുറവാ, ഭയങ്കര കുറവാ. പിന്നെ മലയിൽ പോണം. അപ്പൊ എന്തായാലും നമ്മളുടെ ഈ വീഡിയോ എന്തായാലും ഉഷമ്മയ്ക്ക് സന്തോഷമായി കേട്ടോ. ഉഷമ്മനെ കൊണ്ട് ഇന്ന് നമ്മള് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോവാന്നാ പറഞ്ഞത്. ഓപ്പൺ ആണോന്നും അറിയില്ല. എന്നാലും കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിച്ചു. പക്ഷെ എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല. ഓക്കെ ആവും നോക്കട്ടെ അല്ലേ. ആൾക്ക് ഇങ്ങനെ കറങ്ങാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് ഉഷാമ്മയൊക്കെ പുത്തനായിട്ട് വണ്ടി എടുത്തത്. അപ്പം നമ്മളെ കൊണ്ട് ഈ ലോകം ഫുള്ള് പോവായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ദൈവം അനുഗ്രഹിച്ചൊരു കുഞ്ഞു വണ്ടി എടുത്തപ്പം അല്ലേ ഉഷമ്മേനെ കൊണ്ട് നമുക്ക് പറ്റുന്നിടത്തൊക്കെ പോവാം. പിന്നെ ഓണത്തിന് പളനി പോവാന്ന് നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അറിയത്തില്ല, അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം മോണിക്കിരിക്കും. അങ്ങനെ പോവുകയാണെങ്കിൽ ഉഷമ്മ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉഷമ്മ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടുക്കി വന്ന വീഡിയോ എല്ലാം കൂടെ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു അടിപൊളിയാണ്, ഭയങ്കര വൈബാണ്, നിങ്ങൾ ഇടുക്കി ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഇടുക്കി വ്ളോഗ് കാണാൻ പ്രത്യേക ഭംഗിയാണെന്നൊക്കെ പറഞ്ഞു. താങ്ക് യു. സ്ഥിരമായിട്ട് നിൽക്കണോ? പറയൂ. ഇവരെ നമുക്ക് കൊടുക്കാം. ഇവര് തൃശ്ശൂർ വായിക്കട്ടെ. അപ്പൊ ഇത്രയുള്ളൂട്ടോ. വെറുതെ പറഞ്ഞോട്ടെ എന്റെ പൊന്ന്. ഇതൊക്കെ തമാശക്ക് എടുത്തിട്ടാ എന്റെ സ്വാമി തമാശക്ക് എടുത്തിരിക്കുന്ന പണി മാളൂട്ടാ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കൂട്ടത്തിലുള്ള ബെല്ലൈക്കനും കൂടി ഇടിച്ചു പിടിച്ചേക്കാം. പുതിയൊരു വീഡിയോ ഇട്ടിരുന്ന എല്ലാവർക്കും നാളത്തെ വീഡിയോ നമ്മുടെ ഓണക്കോടി.